ടിപ്പു സുൽത്താൻ്റെ മൈസൂരിലുള്ള കോട്ടയിൽ അവിടെ കിളച്ചപ്പോൾ നിധി കുംഭം കണ്ടെത്തിയിരിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പണ്ടുകാലത്തുള്ള കോട്ടകളിൽ നിന്ന് നിധി കണ്ടെത്തുന്നത് സർവ്വസാധാരണമാണ്. കാരണം പണ്ടത്തെ ആളുകൾ ഇതൊക്കെ ഇങ്ങനെ കുഴിച്ചിടുകയാണ് പതിവ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുഴിച്ചിടുകയാണ് പതിവ്. അത് ഇന്നത്തെ തലമുറയിൽ അത് കിളക്കുമ്പോൾ അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അവിടെ നിധിയുണ്ട്, ഇവിടെ നിധിയുണ്ട്. അങ്ങനെ പണ്ട് കാലത്തുള്ള ഒരുപാട് കോട്ടകളിൽ കിളച്ചാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് നിധി കുംഭങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലെ ആ ഒരു നിധി കുംഭം അത് നമുക്കൊന്ന് കാണാം. പിന്നെ വീഡിയോയിലിട്ട് പോകുന്നതിന് മുമ്പ് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് പറയുന്നത് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമുക്ക് വീഡിയോയിൽ എന്താണോ ഉള്ളതെന്ന് കാണാം. എങ്ങനെയാണ് ആ നിധിയുടെ ഇത് ഒക്കെ ഒന്ന് നമുക്ക് കാണാം. ഓക്കെ, ഓ ആ കൂടം എടുത്തപ്പോൾ തന്നെ അതിൽ പാമ്പൊക്കെ ഉണ്ട് കേട്ടോ. നിധി ഇവിടെ ഇങ്ങനെ നിധി കിളച്ചെടുക്കുകയാണ്. നിധി എടുത്ത് നമുക്ക് നോക്കാം. അതിനകത്തെന്താണെന്ന് നോക്കാം. വല്ലാത്തൊരു ഷേപ്പാട്ടോ, നമ്മുടെ അലാവുദ്ദീൻ്റെ അത്ഭുതവിളക്കൊക്കെ മാതിരി. വല്ലാത്തൊരു പണ്ട് കാലത്തുള്ള ഒരു ഇത് കണ്ടില്ല, വല്ലാത്തൊരു ഇതാണ് ഇത്. നിധി വെച്ച സംഭവം കണ്ടില്ല. അതൊരു പാമ്പുണ്ട്, തവളയുണ്ട്. ഒരു പാമ്പ് തവളേനെയൊക്കെ പിടിച്ചിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. തവള കാഞ്ഞു പോയി തോന്നുന്നു. പാമ്പ് പാമ്പിന്റെ സുഖവാസ കേന്ദ്രമാണെന്ന് തോന്നുന്നത് ഇപ്പോൾ. പണ്ടത്തെ ടിപ്പു സുൽത്താൻ്റെ ഒരു നിധി കുംഭം, പണ്ടാരോ വെച്ച നിധി കുംഭം, പിന്നെ ആ പാമ്പിന്റെ സുഖവാസ കേന്ദ്രമാണെന്ന് തോന്നുന്നു. കാരണം പാമ്പ് ഒരു തവളയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഭക്ഷിക്കാനിട്ടിട്ടുണ്ട്. ഇതാരും തെറ്റിദ്ധരിക്കണ്ട, നിധി ഇതല്ല നിധി. ഈ പാമ്പും തവളയല്ല നിധി. നിധി ഒറിജിനല് നിധിയുണ്ട് ഇതിനടിയിൽ അകത്ത്. കണ്ടുപിടിക്കാൻ നമുക്ക് ആ നിധി കുംഭം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, പാമ്പിനെ അങ്ങോട്ട് തള്ളിപ്പറഞ്ഞയച്ചു. പാമ്പ് അത് പോവുകയാണ്. അവിടെ പാമ്പ് പോവുകയാണ്. തവള കാഞ്ഞു വരട്ടെ സംഭവം. തവള കാഞ്ഞു പോയി. പാമ്പിന്റെ വായിൽപ്പെട്ടിട്ടുണ്ടോ തവള? ഇതാ നമ്മുടെ ആ നിധി കൊമ്പം. നിധി അതിൽ നിന്നും പുറത്തെടുക്കുകയാണ്. എന്താ ഇത് സംഗതി? കളറാണ് കേട്ടോ. എൻ്റെ പൊന്നോ, അടിപൊളിയാണ് എൻ്റെ പൊന്നോ, അടിപൊളി. എൻ്റെ അമ്മ, സ്വർണ്ണ നാണയങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഇത്രയും കാലം മണ്ണിനടിയിലിരിക്കുകയായിരുന്നു. എനിക്ക് കിട്ടിയിട്ടും വല്ല ഉപകാരം ഉണ്ടെന്ന് അറിയില്ല. ഉണ്ടോ? മണ്ണിനടിയിലായിരുന്നു ഇതുവരെ. ഇത്ര വർഷങ്ങളായിട്ട് മണ്ണിനടിയിലായിരുന്ന ആർക്കും ഒരു ഉപയോഗമില്ലാതെ ഒരിക്കൽ പണ്ടാരം പറഞ്ഞ മാതിരി വല്ല പാങ്ങൾ കൊടുത്തിനെ കള്ളു കൊടുത്തിട്ട് ചവിട്ടി പറഞ്ഞ മാതിരിയല്ലേ ഇത്. അപ്പൊ നിധി എല്ലാവരും കണ്ടെന്ന് തോന്നുന്നു. കാണും നിധി. ഇതുപോലത്തെ ഒരുപാട് നിധികൾ ഇവിടെയൊക്കെയോ ഉണ്ട്. പക്ഷെ ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ അല്ലേ. കിളക്കുമ്പോഴല്ലേ കിട്ടുന്നത്. അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കളിച്ചെടുക്കായിരുന്നു ഇപ്പോൾ. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.